ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇനോവെ തക്കേഹുഗോയുടെ ഫേമസ് മാങ്കയായിട്ടുള്ള വാഗബോണ്ടിൻ്റെ എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ചാപ്റ്റർ 1 ആണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് സെക്കിഗഹാരയിലെ യുദ്ധത്തിനെ പറ്റി അറിഞ്ഞിരിക്കണം. കാര്യം ആ ഒരു യുദ്ധം കഴിഞ്ഞ് ഉള്ള സംഭവങ്ങളാണ് നമ്മുടെ ഈ മാങ്കയിൽ കാണിക്കുന്നത്. അപ്പോൾ ആ യുദ്ധത്തെ പറ്റി, ആ യുദ്ധം എങ്ങനെ ഉണ്ടായി, അതിനെപ്പറ്റി നമുക്ക് ബ്രീഫായിട്ട് ചെറിയൊരു എക്സ്പ്ലനേഷൻ വേണം. അപ്പോൾ ഈ സെക്കിഗഹാരയിലെ യുദ്ധം നടക്കുന്നത് 1600-കളിലാണ്. അപ്പോൾ 1482 മുതൽ 1558 വരെയുള്ളതിനെ സെങ്കോക്കു പീരീഡ് എന്നാണ് പറയുന്നത് ജപ്പാനിൽ. ഈ സമയം ജപ്പാനിൽ പല സംസ്ഥാനങ്ങൾ തമ്മിൽ പരസ്പരം യുദ്ധവും കലഹങ്ങളും ഒക്കെ പതിവായിരുന്നു. നിയമം നടപ്പിലാക്കാൻ അധികാരപ്പെട്ട കോടതിയും മിലിറ്ററി റൂളേഴ്സായ ഷോഗണുകളും എല്ലാം ആ സമയം വളരെ ദുർബലരായിരുന്നത് കൊണ്ട് തന്നെ ഓരോ സ്ഥലങ്ങളും ഭരിച്ചിരുന്നത് പല പല പ്രഭുക്കന്മാർ, ഡൈമ്യോകളായിരുന്നു. അവരുടെ അധികാരപരിധി വർദ്ധിപ്പിക്കാൻ വേണ്ടി അവർ പരസ്പരം നിരന്തരം യുദ്ധത്തിലേർപ്പെട്ടിരുന്നു. കൂട്ടത്തിൽ ഒരു ഡൈമ്യോയായ ഓഡ നോബുനാഗ ഇങ്ങനെ പല നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു കിടക്കുന്ന ജപ്പാനെ ഒരുമിപ്പിക്കുക എന്നുള്ളൊരു ദൗത്യവുമായിട്ട് ഇറങ്ങിത്തിരിച്ചു. അയാൾ അതിൽ ഒരു വലിയ വിജയം തന്നെ നേടിയെന്ന് തന്നെ പറയാം. 1582 അയാളുടെ വധശിക്ഷ നടപ്പിലാക്കുന്ന സമയം ജപ്പാന്റെ 1/3 ഭാഗം അയാളുടെ അധീനതയിൽ ഉണ്ടായിരുന്നു. നോബുനാഗയുടെ ചീഫ് ജനറലുകളിൽ ഒരാളായ ടൊയോട്ടോമി ഹിദയോഷിയാണ് പിന്നീട് അയാളുടെ പിൻഗാമിയായി ആ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത്. അങ്ങനെ പല സ്ഥലങ്ങളും കീഴടക്കിയും അനുനയിപ്പിച്ചും അദ്ദേഹം ഈ ഡൈമ്യോകൾക്കിടയിലെ ചേരിതിരിവില്ലാതാക്കി അവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം കൊണ്ടുവന്നു. അങ്ങനെ 1590 ഹിദയോഷി ജപ്പാന്റെ ഭരണം ഏറ്റെടുക്കുകയും അങ്ങനെ സമാധാനം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. 1598 ഹിദയോഷി മരണപ്പെട്ടു. അടുത്തതാര് എന്ന ചോദ്യം ഉയർന്നു. പടിഞ്ഞാറ് നിന്നുള്ള ഡൈമ്യോകൾ ഏറിയ പങ്കും ടൊയോട്ടോമി വംശത്തോടും ആ വംശത്തിലെ അടുത്ത അവകാശിയായ 5 വയസ്സുള്ള ടൊയോട്ടോമി ഹിദയോരിയോടും കൂറുപുലർത്തി. എന്നാൽ കിഴക്കൻ മധ്യ ജപ്പാൻ മേഖലകളിലെ പ്രധാന ഡൈമ്യോകളെ നയിക്കുന്ന ടോക്കുഗാവ ഇയാസു ടൊയോട്ടോമി വംശത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും വെല്ലുവിളിക്കുകയും ഉണ്ടായി. അങ്ങനെ 1600 ഇരുപക്ഷങ്ങളും മിനോയിലെ സെക്കിഗഹാരയിൽ വെച്ച് ഏറ്റുമുട്ടി. അവസാന വിജയം ടോക്കുഗാവയുടേതായിരുന്നു. പിന്നീട് അങ്ങോട്ട് 250 വർഷത്തേക്ക് ജപ്പാൻ ഭരിച്ചത് ടോക്കുഗാവ വംശമായിരുന്നു. വാഗബോണ്ടിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് യുദ്ധം കഴിഞ്ഞ് ജഡങ്ങൾ വീണ് കിടക്കുന്ന സെക്കിഗഹാരയാണ്. യുദ്ധത്തിൽ അതിജീവിച്ച തോറ്റുപോയവരുടെ പക്ഷത്തിലുണ്ടായിരുന്ന 2 ചെറുപ്പക്കാരായ ടക്കേസോയെയും മതഹാച്ചിയെയും കാണിച്ചുകൊണ്ടാണ് മാങ്ക ആരംഭിക്കുന്നത്. അവരുടെ മുന്നോട്ടുള്ള കഥയാണ് ബാക്കി. അപ്പോൾ ബാറ്റിൽ ഓഫ് സെക്കിഗഹാര അവസാനിച്ചു. യുദ്ധഭൂമിയിലാണെങ്കിൽ കുറേ ശവശരീരങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. അതിനിടയിൽ ഒരാളിങ്ങനെ കണ്ണു തുറക്കുകയാണ്. അയാൾക്ക് ജീവനുണ്ട്. അയാളപ്പോൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി ഇങ്ങനെ കിടക്കുകയാണ് ആ പയ്യൻ. അപ്പോൾ അവൻ ഞാനൊരു തോൽവിയാണ്, ഞാൻ തോറ്റുപോയി എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അവൻ യുദ്ധത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ കാണുന്നുണ്ട്. പിന്നെ നമ്മളെ കമിഴ്ന്ന് കിടക്കുന്ന വേറൊരാളെ, അതേ യുദ്ധഭൂമിയിൽ തന്നെ ഇവിടെ കമിഴ്ന്ന് കിടക്കുന്ന വേറൊരാളെ കാണിക്കുന്നുണ്ട്. അയാളും പറയുന്നുണ്ട്, അമ്മയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അതായത് സാക്കുഷു ഗ്രാമം അവൻ്റെ ഗ്രാമമാണ്. സാക്കുഷു ഗ്രാമം വിട്ടവൻ പോകുന്നത് ഈ യുദ്ധത്തിന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് സ്വന്തമായിട്ടൊരു പേര് നേടിയെടുക്കാൻ, പ്രശസ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണ്. പക്ഷേ അതൊന്നും ഇല്ലാതായിപ്പോയി, തോറ്റുപോയി. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ അമ്മേ, ഒട്സു എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒട്സു എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയോടും അയാൾ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഉടൻ തന്നെ അയാളുടെ മുന്നിലേക്ക് ഒരു കുന്തം ഇങ്ങനെ വന്ന് തറയ്ക്കുകയാണ്. എന്നിട്ട് യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ഇവിടെ കിടപ്പുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പോൾ അത് റെഫ്യൂജി ഹണ്ടർമാരാണെന്നാണ് അവൻ ചിന്തിക്കുന്നത്. അതായത് ഈ യുദ്ധത്തിൽ തോറ്റ ശേഷം അവിടെ ഇങ്ങനെ കിടക്കുന്ന, അതായത് അഭയാർത്ഥികളായിട്ട് ഈ രാജ്യത്തിൽ നിന്നല്ല പുറത്തുനിന്ന് വന്ന് ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നതിൽ നിന്ന് അവശേഷിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ പിടിച്ചുകൊണ്ട് പോകാനും അവരെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന സാമുറായികളാണ് റെഫ്യൂജി ഹണ്ടർമാർ. അപ്പം അവരാണെന്ന് ഇവൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അത് റെഫ്യൂജി ഹണ്ടർമാരൊന്നും അല്ല. അത് നമ്മൾ ആദ്യത്തെ ആ പാനലിൽ കണ്ട കണ്ണു തുറന്ന ആ പയ്യൻ അവനാണ്. അവനപ്പോൾ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ മതഹാച്ചി, ഞാനും രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്നവൻ്റെ പേരാണ് മതഹാച്ചി. അപ്പോൾ മതഹാച്ചി ഇങ്ങനെ കണ്ണു തുറന്ന് മേപ്പോട്ട് നോക്കിയിട്ട് തക്കേസോ നീ ആയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് തക്കേസോ ഇവൻ്റെ കൂട്ടുകാരനാണ്. പറയാണ്, നീ എന്നെ ചുമ്മാ വെറുതെ കിക്കിന് വേണ്ടി നീ എന്നെ അപ്പോൾ പേടിപ്പിച്ചതല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടക്കേസോ മതഹാച്ചിയോട് ചോദിക്കുകയാണ്, നിനക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ, നമ്മൾ ഇവിടുന്ന് പോവുക എന്നിങ്ങനെ പറഞ്ഞിട്ട് മതഹാച്ചിയെ പിടിച്ചുകൊണ്ട് ടക്കേസോ അവിടെ നിന്ന് നടക്കുകയാണ്. അപ്പോൾ മതഹാച്ചി പറയാണ്, എനിക്ക് നീ നടക്കാനൊന്നും വയ്യ, എന്നെ ഇവിടെ വിട്ടിട്ട് നീ പൊക്കോ, എൻ്റെ ജീവിതം കഴിഞ്ഞതാ തോന്നുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇവർക്ക് ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു, വെറും പുല്ല് മാത്രം കഴിച്ചാണ് ഇവർ അവിടെ ജീവിച്ച് നീക്കിയെന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം മതഹാച്ചി അവിടെ പോയി വെളിക്കിരിക്കുകയാണ്. അവിടെ എന്തെങ്കിലും വരുമോ, പുല്ല് മാത്രമല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്, എന്തായാലും അവിടെ ഇരുന്ന് ആഞ്ഞ് മുക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ടക്കേസോ അവിടെ നിന്ന് പറയുകയാണ്, നമുക്ക് അടുത്ത ഏതെങ്കിലും വില്ലേജ് ഉണ്ടോ എന്ന് നോക്കാം, അവിടെ നിന്ന് എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കില്ല, ഒരുപാട് സമയമൊന്നും എടുക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ടക്കേസോയോട് മതഹാച്ചി ചോദിക്കുകയാണ്, നമുക്ക്
ഇത്രയേ ഉള്ളോ, ഇതാണോ നമ്മളുടെ വിധി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതായത് ഇവർ രണ്ടുപേരും സാക്കുഷു വില്ലേജ് വിട്ടിട്ട് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധത്തിൽ പങ്കെടുത്ത് ഒരു പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാക്കാനാണ്. ഒരു ജനറലിനെങ്കിലും നമ്മൾക്ക് കൊല്ലണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആരെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ യുദ്ധത്തിന് പോകുന്നവർക്ക് വേണ്ടി വഴി വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ട് കുറേ പുല്ല് ചെത്തിക്കളയാൻ മാത്രമേ നമ്മളെ കൊണ്ട് കഴിഞ്ഞുള്ളൂ, അല്ലാതെ ഈ ശത്രുക്കളുടെ തല വെട്ടാൻ പോലും നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതുമല്ല, ഇവർ തോറ്റും പോയി. ടൊയോട്ടോമി ക്ലാനിൻ്റെ കൂടെ ആയിരിക്കും ഇവർ നിന്നത്. ടൊയോട്ടോമി ക്ലാനാണല്ലോ യുദ്ധത്തിൽ തോറ്റത്. അപ്പോൾ തൊട്ടു പുറകിൽ ഒരു കുതിരക്കുളമ്പടി ശബ്ദം കേട്ടിട്ട് നമ്മുടെ ടക്കേസോ ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇതാരാണെന്നുള്ളത്. മറ്റഹാച്ചി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മറ്റഹാച്ചി അവിടെ ഇരുന്ന് മുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ പറയുകയാണ്, എന്നെ കൊണ്ട് ഇനി ഒരുപാട് സമയം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ടക്കേസോ ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ നീ ഒത്സുവിൻ്റെ കാര്യം നീ നോക്കിക്കോണമെന്ന് പറയുന്നുണ്ട്. അതായത് അപ്പോൾ ആരാണെന്ന് അറിയില്ല, മത്തഹാച്ചിയുടെ അനിയത്തിയാണോ അതോ ഇനി മത്തഹാച്ചി കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണോ, ആരാണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. എന്തായാലും ഒത്സുവിൻ്റെ കാര്യം നീ നോക്കിക്കോണം എന്നിങ്ങനെ ടക്കേസോനോട് പറയുന്നുണ്ട്. അപ്പോൾ മത്തഹാച്ചിയുടെ തൊട്ട് പുറകിലൊരു വാളിങ്ങനെ കഴുത്തിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരാൾ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടൊരുത്തന് ഉടിരിപ്പുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ മത്തഹാച്ചി വിചാരിച്ചത് അത് ടക്കേസോ ആണെന്ന് തന്നെയാണ്. കുറച്ച് മുമ്പേ ഒന്ന് പേടിപ്പിച്ചല്ലോ. അപ്പോൾ പറഞ്ഞു, നീ 2 തവണ നിനക്ക് എന്നെ എങ്ങനെ പറ്റിക്കാനൊന്നും പറ്റൂലടാ, എന്നാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് നമ്പർ 2 അങ്ങ് സാധിച്ചു കൊടുത്തു. എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു വന്ന് ചോദിക്കുകയാണ്, നിനക്ക് മതിയായോടാ, നിനക്ക് കിട്ടിയത് മതിയോ എന്നിങ്ങനെ ചോദിക്കാൻ തിരിയുമ്പോഴാണ് ഒരു സാമുറായി ആണെന്നുള്ളത് കാണുന്നത്. അതായത് ശരിക്കുള്ള റെഫ്യൂജി ഹണ്ടർമാർ തന്നെയാണ്. ഉടനെ ഭാഗ്യത്തിന് മത്തഹാച്ചി അവിടുന്ന് തെന്നി മാറി. പക്ഷേ കയ്യിലൊരു വെട്ടുകൊണ്ടു. ശേഷം മത്തഹാച്ചി ഇങ്ങനെ ഓടുകയാണ്. ആ ഒരു പുൽമേടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ അയാൾ വിടാൻ ഉദ്ദേശമില്ല, അയാൾ പുറകെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ടക്കേസോ എന്നിങ്ങനെ ഉറക്കം വിളിക്കുകയാണ്. അതായത് റെഫ്യൂജി ഹണ്ടർമാർ, ശരിക്കുള്ള റെഫ്യൂജി ഹണ്ടർമാർ വന്നു, ടക്കേസോ നീ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിച്ച് വിളിക്കുക. ടക്കേസോ ഇവരെ മുന്നേ ശ്രദ്ധിച്ചായിരുന്നല്ലോ, അപ്പോൾ അവരുടെ അടുത്തേക്ക് പോയതാണ്. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാം ടക്കേസോ ഒരാളുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, നീ എന്നെ കൊല്ലാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ അതിന് മുമ്പേ തീർക്കും എന്നിങ്ങനെ ടക്കേസോ പറയുന്നുണ്ട്. ഒരു നിശ്ചയദാർഢ്യത്തോടാണ് പറയുന്നത്. അപ്പോൾ അയാൾക്ക് മനസ്സിലായി. അയാൾ പറയുന്നുണ്ട്, ഈ പയ്യൻ ഇവന് നല്ല ശക്തിയാണല്ലോ എന്ന് അയാൾ ചിന്തിക്കുന്നുണ്ട്. നേരെ അയാളെ പിടിച്ചു വെച്ച് അയാളുടെ മോന്തയ്ക്ക് തന്നെ തല വെച്ചൊരു കിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മത്തഹാച്ചിയെ അവിടെ വേറൊരുത്തൻ കൊല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടക്കേസോ അവിടെ ഒപ്പോണന്റിനെ നേരെ തീർത്തിട്ടുണ്ട്. തല വെച്ചിടിച്ചിട്ട് അവൻ്റെ തല പിടിച്ച് നേരെ ഒരു മരത്തേലോട്ട് വെച്ച് ഒറ്റ ഒരു അടി അടിച്ചിട്ടുണ്ട്. ചോരക്കളിയാണ്. പിന്നെ വേറൊരുത്തനെ ഈസി ആയിട്ട് ടക്കേസോ അടിച്ചു തെറിപ്പിച്ചു. അതിനുശേഷം തറയുന്നൊരു കല്ലെടുത്തിട്ട് നമ്മുടെ മത്തഹാച്ചിയെ കൊല്ലാൻ വരുന്നവൻ്റെ തല നോക്കി എറിഞ്ഞ് പൊളത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ചാടി ചെന്നൊരു കമ്പെടുത്താണ് അടിക്കുന്നത്. അടിച്ച് തല അടിച്ച് പൊളന്നു. ശേഷം ആ കമ്പ് അങ്ങോട്ട് എടുത്ത് കഴുത്ത് വഴി കുത്തി ഇറക്കി അവനെ അങ്ങ് തീർത്തിട്ടുണ്ട്. ഭയങ്കര വയലൻസ് ആണ്, നല്ല ബ്ലഡ് ഷെഡും ഉണ്ട്. ആ പോയേക്ക് നൈറ്റം കണ്ടില്ലേ, പുള്ളി വീണു. അതിനുശേഷം പിന്നെ ആൾക്കാരവിടെ ഉണ്ട്. അവരെ അവനിങ്ങനെ നോക്കുകയാണ്. അത് കണ്ടപ്പോഴേ അവർക്ക് പേടിയായി. ആ ടക്കേസോയുടെ ആ മുഖം കണ്ടപ്പോഴേ അവർക്ക് പേടിയായിപ്പോയി. ആ ലുക്ക്, ആ മുഖത്തെ ആ എക്സ്പ്രഷൻ, ആ കണ്ണ്. അപ്പോൾ ലാസ്റ്റ് ഉണ്ടായിരുന്നവനെയും തീർത്തിട്ടുണ്ട്. അവൻ്റെ തലയ്ക്ക് ഒരു കല്ലെടുത്ത് അടിച്ച് പൊളന്ന് അവനെ അവിടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അവർ പോവാണ്. മത്തഹാച്ചിയെ ഇങ്ങനെ ഷോൾഡറിൽ താങ്ങിക്കൊണ്ട് ടക്കേസോ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മത്തഹാച്ചി ആണെങ്കിൽ ആകെ തളർന്നിരിക്കുകയാണ്. പക്ഷേ ടക്കേസോയ്ക്കും ആ ഒരു തളർച്ചയുണ്ട്. പക്ഷേ അവൻ ആ ഒരു കോൺഫിഡൻസ് കുറച്ച് കൂടുതലാണ്. അവൻ പറയാണ്, ഞാൻ ഒരിക്കലും മരിക്കില്ല, ഞാൻ ഷിൻമെൻ ടക്കേസോ ആണ്, ഞാൻ ഒരിക്കലും മരിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടിട്ട് മത്തഹാച്ചിയും പറയുന്നുണ്ട്, ഞാനും ഒരിക്കലും മരിക്കില്ല, ഞാൻ ഹോണിഡൻ മത്തഹാച്ചിയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പരസ്പരം പറയാണ്, നമ്മളെന്തായാലും പ്രശസ്തരാകും, നമ്മൾ പ്രശസ്തി നേടിയെടുക്കും, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ ഒരു മത്തഹാച്ചി അവിടെ തളർന്നങ്ങ് വീഴുകയാണ്. അപ്പോൾ നമുക്ക് ആ പുൽമേട്ടിലൂടെ നടന്നു വരുന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കാണാൻ പറ്റും. ആ പെൺകുട്ടി ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ ആ ഒരു സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട്. അപ്പോൾ ടക്കേസോ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ്, അടുത്ത് ഗ്രാമങ്ങൾ വല്ലതും ഉണ്ടോ. അടുത്ത് ഗ്രാമങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. ഇവരിപ്പം നിൽക്കുന്ന ആ സ്ഥലത്ത് ഫുള്ളും ആ ഒരു ശവശരീരങ്ങൾ കിടക്കുകയാണ്. യുദ്ധത്തിൻ്റെ 2 ദിവസം മുമ്പുണ്ടായിരുന്ന ആ യുദ്ധത്തിൽ അവശേഷിക്കുന്ന കുറച്ച് ശവശരീരങ്ങൾ ഇങ്ങനെ അവിടെ എല്ലാം കിടക്കുകയാണ്. അപ്പോൾ ടക്കേസോയ്ക്കും ആകെ വയ്യ. ടക്കേസോ അവിടെ വീണു, മുട്ടുകുത്തി. ടക്കേസോയി അവിടെ ഇരുന്നിട്ട് ഛർദ്ദിക്കുകയാണ്. അവിടെ കിടക്കുന്നൊരു ഡെഡ് ബോഡിയുടെ ആ ഒരു മുഖത്തോട്ട് ഛർദ്ദിച്ചങ്ങ് വെച്ചിട്ട് ടക്കേസോ ഇവിടെ മറിഞ്ഞങ്ങ് വീഴുകയാണ്. അപ്പോൾ ആ പെൺകുട്ടി ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാം. അപ്പോൾ ടക്കേസോ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആരാ ഇവിടെ വന്ന് നിൽക്കുന്നത്, ഇനിയും വേറെ വല്ല കള്ളന്മാരോ കൊള്ളക്കാരോ വല്ലതും ആണോ, ഒന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു പെൺകുട്ടിയെ ഇപ്പോൾ കാണാം. അവളിങ്ങനെ ടക്കേസോയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ വച്ചാണ് ചാപ്റ്റർ 1 കഴിയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.